അത്തരം വിഷയങ്ങളിൽ നമുക്കൊരു കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകും. ഈ വിഷയത്തിൽ ഇപ്പം രാജ്യം നേരിടുന്നത് മതേതരത്വ പ്രശ്നമാണ്. ആ മതേതരത്വം ഈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരിക്കും. ആ പാർട്ടിക്ക് കാഴ്ചപ്പാടുകളുണ്ടാവും. അത് നിങ്ങളോട് വിശദീകരിക്കുക ഒരു ഘട്ടം വരുന്നു. എങ്ങനെ ഇവിടേക്ക് എത്തിയില്ലേ? നമുക്ക് കാണാം. എന്താ വെച്ചാൽ താങ്കൾക്കെതിരെ വലിയ ജമാഅത്ത് ഇസ്ലാമി ആരോപണമുണ്ടല്ലോ. കുറെ വർഷം താങ്കൾ 8 വർഷത്തോളം പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. ഈ ഇടതുപക്ഷത്തിനെതിരെയും UDF പലപ്പോഴും ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിച്ചിരുന്നു. അങ്ങനെ വല്ല അനുഭവങ്ങളുണ്ട്? ഒറ്റ കാര്യം, ഒരു ഹിന്ദുവായിട്ടുള്ളൊരു സഖാവ്, ഒരു ലീഡർ പാർട്ടിയിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോയാൽ എന്താ ഇതുപോലത്തെ വിഷയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അഭിപ്രായം പറയുന്നതിനൊക്കെ പുറത്താക്കുകയാണല്ലോ. അവൻ ആ പാർട്ടി ഓഫീസിനെ പടി കടന്നാൽ പറയാതെ പോകുന്ന സംഗീത്, ആ പോകുന്ന സംഗീത് ഒരു മുസ്ലിമാണ്. ആ പാർട്ടി വിട്ട് പുറത്തിറങ്ങി അപ്പം പറയും ആ പോകുന്നു, എന്താ പറയുക, വർഗീയവാദി, ജമാഅത്ത്, കുന്തം കൊടച്ചക്രം, സുഡാപ്പി, ക്രിസംഗി, ഇതൊക്കെ ആരുണ്ടാക്കിയ പേരാ? ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോകുകയോ ചെയ്യുന്ന ആളുകൾക്ക് CPM ചാർത്തി കൊടുത്ത പേരാ. ആ പേരിപ്പം മാപ്പിളയാ എനിക്ക് ചാർത്തുന്ന ഉറപ്പല്ലേ? ഇതിലെന്താ വ്യത്യാസം? ഇത് ലൈവാണോ? എനിക്ക് തൊണ്ടല്ലാതെ ഈ പറയുന്നത് വെറുതെ മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ ചോദിക്കാം. 1 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ ഒരു ആദ്യ പരിപാടി എന്നുള്ള നിലയ്ക്ക് കണക്കാക്കാൻ പറ്റുമോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അതിന് വേറെ സമ്മേളനം തന്നെ വിളിക്കും. ഇതിപ്പോൾ നമ്മുടെ ആശയങ്ങൾ ഇപ്പം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങൾ ആകാംക്ഷയോട് കൂടി ഈ വിഷയത്തിൽ നിൽക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തേക്ക് പോകേണ്ടി വരുന്ന ആലോചിക്കില്ലല്ലോ. അവസാന നിമിഷം വരെ ഞാൻ ആ ധാരണയിലായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പം അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ എന്നെ തടുത്തിട്ടില്ലല്ലോ. ഞാൻ ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നീ ഒന്ന് നിർത്ത് എന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വാ, നമ്മൾ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ച് ആക്ഷൻ ഉണ്ടാവുകയാണ്. പോലീസ് ക്യാമ്പിൽ പോയി ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തി. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്തായി? ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കള്ളക്കടത്തും ജനിതാൻ വധക്കേസും മാമിയൊക്കെ സൂചിപ്പിച്ചു പോവാണ്. ഞാൻ പോലും അറിയാതെ, എന്നെ നേരിട്ട് ബന്ധപ്പെടുക കൂടെ ചെയ്യാതെ ഞാൻ കൊടുത്ത പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി SIT രൂപീകരിക്കുക. അപ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കുക? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലീസ് അസോസിയേഷനിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, പരാതി ഗൗരവമായി കേൾക്കുന്നു, വിശദമായി ഡിസ്കസ് ചെയ്യുന്നു. ശശിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് ഞാൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നു. ഞാൻ പുറത്ത് കിടക്കുമ്പോൾ പത്രക്കാരുണ്ട്, CMA എന്ത് പറഞ്ഞു കേൾക്കുമ്പോൾ അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറയുന്നത്. അവിടെയൊന്നും എനിക്കൊരു തടവില്ല. സ്വാഭാവികമായിട്ട് ഞാനെന്താ വിശ്വസിക്കുക? ഞാൻ പറഞ്ഞ ശശി തന്നെയാണ് ഇതിന് കാരണക്കാരൻ. ശശിയെ മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയപരമായ പ്രയാസമുണ്ടെങ്കിൽ ഇത് പാർട്ടി കാണട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനം എന്താ ഉണ്ടായത്? പിന്നെ നിരന്തരം പത്രസമ്മേളനം നടത്തിയ പല തെളിവുകളും ADGPക്കെതിരെയും ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ വിടുന്നു. ഒറ്റ മറിയലല്ലേ? ഇതിൻ്റെ എല്ലാം പിന്നിൽ BV അൻവറാണ് എന്ന് പറഞ്ഞ് എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിലെ വ്യക്തിയാക്കി. അവിടെയല്ലേ ഞാൻ പിരിയുന്നത്? പിന്നെൻ്റെ പ്രതീക്ഷ എനിക്കെന്താ? പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി വന്നപ്പം ഈ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? BV അൻവർ എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തന്ന പരാതി ഒരു കഴമ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫിനിഷ്. അത് കഴിഞ്ഞ് മിനിയാന്ന് എന്താ ചെയ്തത്? ഇവരുടെ സഖാക്കൾ കയറിയിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കം പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ ശശിയെ പറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അൻവർ ആളാവാൻ നടക്കുകയാണ്. അപമാനപ്പെടുത്തി. ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കാത്ത പാർട്ടിക്ക് കൊടുത്ത കത്ത് എന്നെ കൊണ്ട് ഇന്നലെ പുറത്തു വിടിപ്പിച്ചു. ഇത് ഞാനല്ല ഉത്തരവാദി. ഞാൻ ഈ സാധാ പാർട്ടി പ്രവർത്തകരുടെ അടിസ്ഥാനപരമായ ആ പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന പോലീസിൻ്റെ നടപടിക്കെതിരെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
ജനം തീരുമാനിക്കട്ടെ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കും ഒരു സെക്യുലർ ആശയമുള്ള ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ സാമുദായിക ആരോപണങ്ങൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു സെക്യുലർ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിന് ഇതുവരെ എത്തിയില്ലേ, ഇനിയും കാണാം എന്നുള്ളതാണ് അൻവറിന്റെ ആത്മവിശ്വാസം. എന്തായാലും മലപ്പുറത്ത് ജില്ലാതല സമ്മേളനം വിളിച്ചു ചേർക്കും എന്നുള്ളതാണ് PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് ആ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതും PV അൻവർ ആത്മവിശ്വാസമായി പ്രകടിപ്പിക്കുന്നു. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് തനിക്കൊപ്പം വരാൻ പോകുന്നത്, ഈ 1 ലക്ഷം പേരും വരാൻ പോകുന്നത് എന്ന് CPM പറയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി PV അൻവർ ഉയർത്തുന്നു.